നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. Celebrating 50 years. Majestic Jewelers. താനൂരിൽ 1.25 കോടി രൂപയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ് കവർച്ചക്കിരയായ യുവാവ്. മലപ്പുറം മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. ഇതുവരെ അറസ്റ്റിലായ 6 പേരെയാണ് പോലീസ് അപേക്ഷപ്രകാരം തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കിയത്. തിരിച്ചറിയൽ പരേഡിന് പിന്നാലെ പ്രതികളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടു. മെയ് 2 വൈകിട്ട് ഒഴൂരിലായിരുന്നു കവർച്ച നടന്നത്. കാളാട് വട്ടക്കിണർ കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി, പച്ചാട്ടിരി കൊട്ടേക്കാട് തറയിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, പച്ചാട്ടിരി മറക്കാരകത്ത് കളത്തിൽ പറമ്പിൽ ഹാസിഫ്, താനൂർ ആൽബസാർ കുപ്പന്റപുരക്കൽ റമീസ്, പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റ് പുതുമനത്തൊടി വീട്ടിൽ വിവേക്, മീനടത്തൂർ മന്നത്ത് വീട്ടിൽ നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജെ മാത്യു, സബ് ഇൻസ്പെക്ടർമാരായ കെ അജിത്, പ്രമോദ്, സുഗീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും 900 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഷുഹൈബ് ഗോൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രാജ്പുത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്ര സിംഗ് റാവു എന്നയാളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച 2 കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 43.5 ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയും അടക്കമാണ് പ്രതികൾ കവർന്നിരുന്നത്. പുതിയ ജ്വല്ലറി തുടങ്ങുന്നതിന് സ്വർണം ആവശ്യമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തിയായിരുന്നു കവർച്ച. തെയ്യാലയിലെത്തിയ മഹേന്ദ്ര സിംഗ് റാവുവിനെ മോട്ടോർ സൈക്കിളിൽ കയറ്റി ചുരങ്ങരയിലെത്തിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുകയും യാത്രക്കിടെ കവർച്ച നടത്തുകയുമായിരുന്നു. തുടർന്ന് മഹേന്ദ്ര സിംഗ് റാവുവിനെ ഒഴൂരിൽ ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു. എഡിറ്റർ ലൈവ്, താനൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? Celebrating 50 years. Majestic Jewelers.